आरा आरा दे कौन कोई भिखारी हो तो आज नहीं देगा कल्लाना कल्लाना കള്ളനാണെന്ന് മനസ്സിലായി. ഇതല്ല ഹിന്ദി. ഞാൻ ഉണ്ണിയാ, കുഞ്ഞുണ്ണി. എന്റെ മോനെ നീ വന്നോടാ കുഞ്ഞുണ്ണി. സേതു വാ, കുഞ്ഞുണ്ണി വന്നു. കള്ളങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ അടുക്കി അടുക്കി നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ് ഗോവിന്ദൻകുട്ടി. അവിടെ നിന്ന് വീണാ മതി, മൂക്ക് കുത്തി വീഴും, പിന്നെ എണീക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. വലിയ തത്വമൊന്നും പറയണ്ട. നിക്കക്കളിയില്ലാത്ത നിലയിലാണ് നമ്മൾ. തത്തയെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ഞാൻ പഠിപ്പിച്ചതല്ലേ. പറ്റില്ലെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞുകൂടായിരുന്നു. പറ്റില്ലെന്ന്. ഇവിടെ വന്നപ്പോ എന്റെ കൈയും കാലും വിറച്ചുപോയി ഗോവിന്ദൻകുട്ടി. കണ്ണൻ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ കുഞ്ഞുണ്ണി വന്നു. എവിടെ മോനെ? നീ എന്താ കുഞ്ഞുണ്ണി? ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയി. എന്റെ മോനെ കുഞ്ഞുണ്ണി. നീ അങ്ങ് വളർന്ന് വലുതായി പോയല്ലോ കുട്ട. വർഷം എത്രയായി അച്ഛമ്മ കാത്തിരിക്കുന്നു. അച്ഛമ്മേന്നൊന്നും വിളിക്കും മോനെ. അച്ഛമ്മ മുമ്മേ. അതാരാ? ആരാത്? ആരാ കുഞ്ഞുണ്ണി കൂടെ? നേരത്തെ കേട്ട ശബ്ദമല്ലല്ലോ അത്. ആരാ ചോദിച്ചത്? കേട്ടില്ലേ? ആരാന്നാ ചോദിച്ചത്? ആരാ? ഞാൻ തന്നെ. സന്തോഷം കൊണ്ട് ശബ്ദം ഇടറിപ്പോയത് അപ്പൂപ്പ. അപ്പൂപ്പനോ? അച്ചച്ചൻ. അച്ചച്ചനും അമേരിക്കയിൽ നിന്ന് വന്നപ്പോ കഴിച്ചതൊക്കെ മറന്നൂല്ലേ? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒന്നല്ലേ. അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ഉണ്ണിയാ നീ ഇപ്പോഴും. മണം മാറി, മുഖം മാറി. അമേരിക്കയിലൊക്കെ ആയിരുന്നോണ്ട് നല്ലോണം വെളുത്ത് കാണൂല്ലേ? വെളുത്തൊരു വഴിയായി. കിന്നാരമൊക്കെ പിന്നെ പറയാം. വാ വന്നട്ടെ. മോമ്മ ഒത്തിരി ദൂരേന്ന് വരികയല്ലേ, ക്ഷീണം ഉണ്ടാവും. കുളിച്ച് വല്ലതും കഴിക്കട്ടെ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛമ്മ എന്നെ ഇവിടെ, ഞാൻ പെട്ടി എടുത്തോണ്ട് വരട്ടെ. കുഞ്ഞുണ്ണി എന്താ? എല്ലാം പൂട്ടിയിട്ടിരിക്കുക. ഇത്രയും വലിയ വീട് ഒരു ബാധ്യതയാ. വല്ല ഫ്ലാറ്റിലോട്ടോ മറ്റോ മാറാമെന്ന് വിചാരിച്ചാൽ സേതുവിനാവതില്ല. ജോലിക്കാണെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെയും കിട്ടാനില്ല. ആ പൊതുവാള് പോയതോടെ എല്ലാം അടച്ചിട്ടു. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവനെ പറഞ്ഞു വിട്ടത്. നേരം വെളുത്താൽ അപ്പം തുടങ്ങും കൂടി. ഒരു ബോധവും ഇല്ല. അങ്ങനെ ഒരു കാര്യസ്ഥനെ എന്തിനാ ഇവിടെ പൊക്കോളാൻ പറഞ്ഞു. ഒരു മുറി ഒഴിച്ച് ബാക്കിയെല്ലാം പൂട്ടി. ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ, ഇല്ലേ? അതോടെ ഫോണും കട്ട് ചെയ്തു. ഞങ്ങൾക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് വഴിയെ പോകുന്നവരൊക്കെ കയറി വിളിക്കുക. അതിനും ആ പൊതുവാള് കാശ് വാങ്ങിച്ചിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും ആ ബാധ ഒഴിവാക്കി വിട്ടു. ഫോണിൽ കേൾക്കുമ്പോ കുഞ്ഞുണ്ണിയുടെ ശബ്ദത്തിന് നല്ല വ്യത്യാസമുണ്ട്, ഇല്ലേ സേതു? എന്നാ പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. മോളില് ഒരു മുറി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ അടുത്ത് ഒരു ആർക്കെ നായരുടെ ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ആഹാരം വരുന്നത്. ഇവിടെ വെക്കാനും വിളമ്പാനൊന്നും ആരും ഇല്ലല്ലോ. ചെന്നാട്ടെ. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് സേതുവിന്റെ മുഖത്ത് പുതിയൊരു ഉത്സാഹം കണ്ടത്. ഈശ്വരൻ നമ്മളെ മുഴുവനായിട്ടും കൈവിട്ടിട്ടില്ല. എടാ, മനുഷ്യനായ സാമാന്യ ബോധം വേണം. 100 പ്രാവശ്യം പറഞ്ഞല്ലേ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്. എവിടെ നശിപ്പിച്ചു? സമാധാനമായല്ലോ, അനുഭവിച്ചോ? കുത്തി കുടലിയാൻ എടുക്കും. ഗ്ലാസ് വെച്ച കാണൂല. എന്താ നിന്നോട് ആരാ അവരുടെ ദേഹത്ത് പോയി അലച്ചെല്ലി വീഴാൻ പറഞ്ഞ്? എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ.
പോരാത്തിന് എന്ത് ചോദിച്ചാലും ഒരു അയ്യ. പറ്റിയത് പറ്റി. ഇനിയിപ്പോ എന്ത് ചെയ്യും? കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം. എടാ, ആ കുരുടനും കുരുടിയും വിളഞ്ഞ വിത്തുകളാ. ഒരിക്കൽ തൊട്ടാലോ കേട്ടാലോ മതി, മേലോട്ട് കെട്ടിയെടുക്കുന്നവരെ മറക്കൂല. അതങ്ങനെ കണ്ണ് കാണാത്തവർക്ക് കേൾവി കൂടും, ചെവിയാക്കാത്തവർക്ക് കാഴ്ച ശക്തി കൂടും. ഈശ്വരൻ കൊടുക്കുന്ന ഒരു വല്ലാത്ത കൊടുപ്പ് തന്നെ ആര്? ഈശ്വരൻ അമ്മച്ചിക്ക് കൊടുത്തത്. ആ, നീ ഒരു അക്ഷരം കണ്ടല്ലേ പറഞ്ഞോളൂ. ഇനി ആലുവ മണപ്പുറത്ത് വെച്ച് നിന്റെ ശബ്ദം കേട്ടാലും കിളവന് മനസ്സിലാവും. അറിയോ? പിന്നെ നീ ഒറ്റയ്ക്ക് അവരുടെ മുമ്പിൽ പോയി ചാടണ്ട. വിസ ശരിയാകുന്നവരെ നീ പുറത്തു പോണ്ട. വിസ ശരിയാവണോ? ഈ കാശ് വേണ്ടേ? 2 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ എവിടെ പോകും? ഒരു മാസം ഞാൻ കൊടുത്തില്ലെങ്കിൽ കൊടുത്തതും കൂടെ പോവും. ഒന്നുകിൽ ആ പണം എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം. വേറൊരു വഴിയുമില്ല. ആ പിശാചിനറിയാം കാശ് അവിടെ ഉണ്ടെന്ന്. അവളും ആ വിക്കനും കൂടെ കളിക്കുന്ന കളിയാണ് എന്റെ വിശ്വാസം. നമ്മൾ മണ്ടന്മാരായ അവൾ കാശും കൊണ്ടുപോകും, നമ്മൾ അകത്തുമാവും. നീ എന്തുവാടെ ചുമ്മാ? അതുകൊണ്ട് അവൾ എവിടെ പോയാലും നീ വിടാതെ അവളുടെ പുറകെ കൂടണം. എന്താ? ഭ്രാന്തായിട്ടുണ്ടെന്നാ? ഭ്രാന്തല്ല, പ്രാതല്, ടിഫിൻ, അപ്പം, മുട്ട, ദോശ, ഇഡ്ഡലി, പോയി ഞണ്ണ്. എന്ത് രസാ, നേരിൽ കണ്ടപ്പോ ഞാൻ അന്തിച്ചു പോയി. പ്രായമുള്ള ഒരാളാവുന്ന ഞാൻ പേര് കേട്ടപ്പോ വിചാരിച്ചത്. ഇത്രയും യങ്ങാവൂന്ന് ഞാൻ കരുതിയതേ ഇല്ല. പുറത്ത് പഠിച്ചു വളർന്നതുകൊണ്ട് മനസ്സിൽ തോന്നിയത് ഒളിച്ചു വെക്കുന്ന സ്വഭാവം എനിക്കില്ല. ഒരു തരം ലവ് ആണ് എനിക്കിപ്പോ നമ്പ്യേട്ടനോട്. നാനോ കുട്ടി വെറുതെ പറഞ്ഞതാവും. ഞാൻ കുട്ടിയൊന്നുമല്ല, എന്നെ എലീനാന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ. ഇനി എപ്പോഴാ കാണുക? വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുന്നില്ലേ? ക്ഷണിക്കാം. എലീനയുടെ ഫോൺ നമ്പർ തരും, ഞാൻ വിളിക്കാം. അന്ന് രാമവർമ്മ നിന്നെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോയത് ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മ വരിക. ഞങ്ങളുടെ കണ്ണിൽ ഉദയോ അസ്തമയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കാലം കടന്നു പോകുന്നത് അറിയുന്നില്ല. ഒരു നീണ്ട രാത്രി കഴിഞ്ഞപ്പോൾ ഈശ്വരൻ നിന്നെ ഇങ്ങ് കൊണ്ടുവന്നു. എന്തൊക്കെയാ അച്ഛമ്മ വാങ്ങി വെച്ചിരിക്കുന്നത് കണ്ടോ? നീ പോയ അന്ന് തൊട്ട് എല്ലാ പിറന്നാളിനും സമ്മാനം വാങ്ങിക്കാനുള്ള പണം അച്ഛമ്മ എടുത്ത് മാറ്റി വെക്കും. ഇനി ഞങ്ങൾ വാങ്ങിയാൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ്. അടുത്ത പിറന്നാളിന് എല്ലാം കൂടെ ചേർത്ത് ഞാൻ വലിയൊരു സമ്മാനമാക്കും. ഇനി എന്തൊക്കെ പോഷത്തരങ്ങളാ നിന്റെ അച്ഛമ്മ കാട്ടിക്കൂട്ടിയിരിക്കുന്ന അറിയോ കുഞ്ഞുണ്ണിക്ക്? പോഷത്തൊന്നുമല്ല. പറയട്ടെ. എന്താ ഇത്ര പറയാൻ? നീ പോയ അന്ന് തൊട്ട് നാളെ ഉണ്ണി വന്നാലോ നാളെ കഴിഞ്ഞ് ഉണ്ണി വന്നാലോ എന്ന് പറഞ്ഞ് മാസാമാസം ഉണ്ണിക്ക് ഉടുപ്പ് വാങ്ങാൻ പറയും. കഴിഞ്ഞ 10-20 വർഷമായിട്ട് എല്ലാ ഫാഷനിലുള്ള ഉടുപ്പും സേതുലക്ഷ്മി ഭായയുടെ അലമാരിയിലുണ്ട്. ഇത് കണ്ടോ, കഴിഞ്ഞ മാസം നീ വരുമെന്ന് പറഞ്ഞു വാങ്ങിക്കൂട്ടിയതെല്ലാം ഇട്ടു നോക്കിക്കോളൂ, കൃത്യമായിരിക്കും. ഇനി എന്തൊക്കെ ചെയ്താലാ കൊച്ചുമോനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനില്ല സേതുലക്ഷ്മി ഭായി തമ്പുരാട്ടി. അച്ഛമ്മയുടെ കൂടെ ഉണ്ടാകുക എന്നുള്ളതിലെ ഏറ്റവും വലിയ സന്തോഷം. കണ്ടോ എന്റെ ഉണ്ണി ഒട്ടും മാറിയിട്ടില്ല. അമ്മ ഉണ്ടായിരുന്നപ്പോഴും ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ അച്ഛമ്മ തന്നെ വേണമായിരുന്നു എന്റെ ഉണ്ണിക്ക്. എന്താ സന്തോഷം കുഞ്ഞുണ്ണിക്കറിയോ? നീ പോയേ പിന്നെ ഇപ്പോഴാ ഈ ആട്ടവും കളിയൊക്കെ. 20 വർഷമായി ആ മുറിക്ക് പുറത്തിറങ്ങിയിട്ടില്ല, ഒന്ന് ചിരിച്ചു കേട്ടിട്ടില്ല, ഉറക്കം മിണ്ടിയിട്ടില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും ഈ കാത്തിരിപ്പിന് അർത്ഥം ഉണ്ടായല്ലോ. അതവനാണല്ലോ. മോനിതൊക്കെ ഒന്ന് ഇട്ടു നോക്കിയേ, പാകം അല്ലെങ്കിൽ മാറ്റിയെടുക്കാനാ. കുഞ്ഞുണ്ണി, ഇത് ആരാ വന്നിരിക്കുന്നു നോക്കിയേ. സമസ്താപരാധം. ഇനിയൊരു തുള്ളി മദ്യം ഞാൻ തൊട്ടില്ല. എണീക്ക. കുഞ്ഞുണ്ണി വന്നതിന്റെ ശുഭലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നല്ല സമയത്താ തനിക്ക് കുടി നിർത്താൻ തോന്നിയത്. ഇനി മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് നടത്തുക. എന്താ? കുഞ്ഞുണ്ണിയെ താൻ കണ്ടില്ലല്ലോ. ഈശ്വര,
8 വയസ്സിൽ എയർപോർട്ടിൽ കൊണ്ടുവിട്ടപ്പോ കണ്ടതാ. ഇപ്പൊ വളർന്നു വലിയ ആളായി കാണും. കണ്ടോളൂ ഉണ്ണി, കുഞ്ഞുണ്ണി. എന്റെ അമ്മയെ പൊതുവാണ്, ഏത്? പൊതുവാണ്. ആര്? എന്റെ കൂടെ താമസിക്കുന്ന ഫുൾ ടൈം തണ്ണി. മോൻ ഇങ്ങോട്ട് വന്നേ. ഉണ്ണി ദാ, ഓർമ്മയുണ്ടോ ഈ വിദ്വാനെ? ആളാകെ മാറിപ്പോയി, തടി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോയപ്പോ ഉള്ള കുട്ടിയേ അല്ല. ഇതാ നമ്മുടെ പൊതുവാള്. മുഴുനേരം കുടിയായിരുന്നു. ഇപ്പൊ ദാ എല്ലാം നിർത്തി മാപ്പ് പറഞ്ഞു വന്നിരിക്കുക. അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ ജോയിൻ ചെയ്തു. സേതു ഒന്നിങ്ങോട്ട് വരിക. എല്ലാം കലങ്ങി തെളിഞ്ഞു. ഇവനെന്താ ഇവിടെ? ആര്? ഈ ഗോവിന്ദൻ. ഗോവിന്ദൻ? ആ. ആരാ ഉണ്ണി അവിടെ? ഇവിടെ ആരുമില്ല. ദേ ഈ നിക്കണ ഇവനെന്താ കാര്യം എന്ന് ചോദിച്ചത്. എനിക്ക് ഇവിടെ എന്ത് കാര്യം പൊതുവാളിന് അറിയില്ലേ? ഓ ഉണ്ണിയുടെ കാര്യല്ല ഇവൻ. യവൻ? ഇവൻ യവൻ? ഈ തണ്ടിക്ക് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചത്. താ അച്ഛനെ തെണ്ടേന്ന് വിളിച്ചാ? പൊതുവാളെ, താൻ കല്ലുപിടിച്ചിട്ടില്ലേ? താൻ കല്ലുപിടി നിർത്തിയെന്ന് പറഞ്ഞാൽ കള്ള. തന്റെ കണ്ണ് കണ്ടറിയാ ചുവന്നിരിക്കുന്ന. താൻ കല്ലുപിടിച്ചിട്ടുണ്ട്, താൻ കല്ലുപിടിച്ചിട്ടുണ്ട്, താൻ കല്ലുപിടിച്ചിട്ടുണ്ട്, താൻ കല്ലുപിടിച്ചിട്ടുണ്ട്. തമ്പുരാനെ ഇവിടെ രണ്ടുപേരുണ്ട്. അതെ, രണ്ടുപേരുണ്ട്, ഞാനും കുഞ്ഞുണ്ണിയും. അതിനെന്താ? ആ, ആ, അങ്ങനെയാണെങ്കിൽ 3 പേരുണ്ട്. ഞാനേ താനേ കുഞ്ഞുണ്ണി. അങ്ങനെയാണെങ്കിൽ 4 പേരുണ്ട്. 4 അല്ല, കുറച്ച് കഴിയുമ്പോ ഇയാൾ ഒരു 5, 10, 15, 20, 25, 30. നീ പോട പക്ഷി. ഉണ്ണി താൻ പട്ടിനെ വിളിച്ചോ? കിടക്കണ പുറത്ത്. തമ്പുരാനെ, നായയുടെ വാല് പന്തിയിലാണ്ട് കൊല്ലം കുഴലിട്ടാലും നേരെ ആവില്ലെന്ന് പറഞ്ഞ പോലെ തന്റെ കാര്യം. അയ്യോ ഇവിടെ 2 എണ്ണം ഉണ്ട്. 2 അല്ല 3 ഇറങ്ങടാ കല്ലുടിയാ. കള്ളുകൂടിയാ നിന്റെ അച്ഛനാണോ? അച്ഛന് പറഞ്ഞോണ്ട് അയ്യോ കാലിറക്കുന്നേ തലയും കുത്തി വീണു. ഛർദിച്ചോ? അവിടെ ഛർദിക്കാൻ പോന്നു. ഞാൻ വീണ്ടും പറയുന്നു തമ്പുരാനെ, ഇവിടെ നന്നാവില്ല എന്ന് ശപഥം ചെയ്ത് ഇറങ്ങിയിരിക്കുക. പിന്നെ എന്താ ചെയ്യാ? പിന്നെ ഞാനിവിടെ കച്ചേരി ഉണ്ടെന്നാ പറയണ്ടടാ. കാക്കക്കുയിലേ കറുകെ